ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പ്ലാനറ്റ് എർത്തിലേക്ക് ഏലിയൻസ് വന്നിരിക്കുകയാണ് ഗൈസ്. ഓരോ കൺട്രി ഇതിന് എങ്ങനെയാണ് പ്രതികരിക്കുക നമുക്ക് നോക്കാം. ഏലിയൻസ് കമ്മിങ്. കുറെ ദിവസമായി ഞാൻ ന്യൂക്ലിയർ ബോംബ് പോളിഷ് ചെയ്ത് വെച്ചിട്ട് ചൈനക്കാരുടെ മണ്ടയ്ക്കിടാൻ പറ്റിയില്ലെങ്കിൽ ഇവന്മാരുടെ മണ്ടയ്ക്ക് ഉറപ്പായി വീഴും. ബിക്കോസ് ദി അമേരിക്ക ഈസ് ദ ബെസ്റ്റ്. കോപ്പി ഇടും. അതിനു മുമ്പ് ഞങ്ങൾ ഇതിനെ പിടിച്ച് ഞങ്ങൾ ഏലിയൻ സുഷി ഉണ്ടാക്കും. എന്നിട്ട് ചൈനയിലെ നാഷണൽ ഡിഷായിട്ട് ഞങ്ങൾ അതങ്ങ് പ്രഖ്യാപിക്കും. എന്നിട്ട് അമേരിക്കക്കാരത് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ വരും. ഏലിയൻ ബോയ് അസ്സലാമലൈക്കും. നമ്മുടെ നാട് ഭയങ്കര കഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 500 കോടി കയ്യിലുണ്ടാവോ ഏലിയൻ ബോയ്? നമ്മൾ 10 കൊല്ലത്തിനുള്ളിൽ 10 ഇരട്ടിയാക്കി തരാം. പ്ലാനറ്റ് എർത്തിലെ ഏറ്റവും വലിയ കോമഡി. ഇവന്മാര് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി കടം വാങ്ങുന്നതാണ്. കടം വാങ്ങാൻ വേണ്ടി രാജ്യം ഉണ്ടാക്കിയത്. ഏലിയനെങ്കിലും വിറ്റ് വെക്കടാ. ഹലോ ഗൈസ്, ഞാൻ ഒരു ഗ്രീൻ സ്ക്രീൻ മേടിച്ചു, അതുകൊണ്ടാണ് ഈ ഷോ ഓഫ്. അല്ലാണ്ട് പാകിസ്ഥാനെ റോസ്റ്റ് ചെയ്യണോണ്ടല്ല ബാക്കിൽ പച്ച കളർ. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ചന്ദ്രയാൻ 2 വിട്ടപ്പോൾ പാകിസ്ഥാൻ നമ്മളെ കടത്താൻ വേണ്ടി ഒരു റോക്കറ്റ് വിട്ടു മാർസിലോട്ട്. ആ റോക്കറ്റ് മാർസിൽ പോയിട്ട് അവിടെ വെള്ളം കണ്ടുപിടിച്ചു എന്നൊക്കെ അവിടുത്തെ ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് പാകിസ്ഥാൻ വിട്ട റോക്കറ്റ് നേരെ അറബിക്കടലിൽ വീണിട്ട് ആ അറബിക്കടലിലെ വെള്ളമാണ് അതിൽ കാണിച്ചത്. പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്നത് ഇതിനേക്കാളും കോമഡിയാണ് ഗൈസ്. ഇപ്പൊ യുദ്ധത്തിലേക്ക് യൂസ് ചെയ്യുന്ന മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് ഡ്രോണാണ്. ഇന്ത്യ കുറെ ഡ്രോൺ ഈ യുദ്ധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പാകിസ്ഥാൻ നമ്മളും വിടോടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് ഡ്രോൺ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ തന്നെ അതിന് എറിഞ്ഞ് വീഴ്ത്തി നിലത്തിട്ട് ഇടിക്കുന്നു. ഇന്ത്യ എന്ന് വന്ന ഡ്രോൺ ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് സ്റ്റോറിയും പോസ്റ്റൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. സർട്ടിഫൈഡ് ചെറുക്കന്മാരുണ്ട്. ഓക്കെ, ഇതും നമുക്ക് വിടാം. പാകിസ്ഥാനി ഗവൺമെന്റ് ഒഫീഷ്യൽ പേജിൽ ഞങ്ങൾ ഇന്ത്യൻ എയർക്രാഫ്റ്റിനെ അടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ ഇത് എയറം എന്ന് പറഞ്ഞ ഗെയിമിലെ ഫുട്ടേജ് ആണ്. ഇവന്മാർ ആ കട്ട്സീൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവന്മാരുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് ഹാൻഡിൽ പബ്ലിഷ് ചെയ്തിരിക്കുക. ഇതിനേക്കാളും വലിയ പൊട്ടന്മാരെ കാണിക്കുന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇടാ. മറ്റേത് അവിടെയുള്ള ആളുകൾ ഓക്കെ നോളജ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് പറയുക. പക്ഷെ അവന്മാരുടെ ഗവൺമെന്റ് ഇത്രയും പൊട്ടന്മാരാണോ? ഇന്ത്യന്റെ വെളിയിലുള്ള ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ ഇട്ട് ട്രോൾ ചെയ്യുന്നു. ബ്രിട്ടനൊക്കെ നമുക്ക് അവയർനെസ് പോസ്റ്റർ ഗൈസ്, സേ നോ ടു വാർ. ഇവന്മാരുടെ ഈ പോസ്റ്റൊക്കെ കണ്ടതോ നമ്മുടെ മിലിറ്ററിക്കാർക്ക് കിഴപ്പ് മുതൽ പാകിസ്ഥാനിട്ട് വെടിവെക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ലോകത്ത് നിന്ന് ടെററിസം കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനാണ് അവര് ബോർഡറിൽ അവരുടെ ജീവൻ പണയം വെക്കുന്നതെന്ന് ആരെങ്കിലും കിറുക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ പെണ്ണുകടി മൂത്ത് വെക്കുന്ന കുറച്ച് ന്യൂസ് ചാനൽസ് ഉണ്ട്. സിന്ദൂരം മായ്ച്ചവരെ സിന്ദൂരം തൊട്ട് പ്രതികരിച്ചിടാം. മീ സപ്പോർട്ട് സിന്ദൂർ. സിന്ദൂരം നെറ്റിയിൽ തൊട്ട് 10 സെക്കൻഡിൽ കുറയാത്ത വീഡിയോ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ അയച്ചു തരിക. ജനൻ ടിവിയിൽ ആരാണോ ഇത്രയും കടിമൂത്ത് നിൽക്കുന്നത്? പക്ഷെ നോർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ എത്രയോ ഭേദമാണ് ഗൈസ്. അവന്മാർ പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടു എന്നൊക്കെയാണ് പറിച്ചു വരുന്നത്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് വെടലകള് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ട് നന്മമരാകുന്നുണ്ട്. ഇന്ത്യൻ നെറ്റൊക്കെ ഇതപ്പോ അവന്മാരുടെ വരുന്ന പഴന്തുരുക്കി വെച്ചിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ട്രോളന്മാർക്ക് കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. എന്തേലും കിട്ടണേ അവരുടെ കാത്തിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ന്യൂസ് കിട്ടും. പിന്നെ വീടുവോ കീറി മുറിച്ചിട്ടുണ്ട്. അതിനെല്ലാം കൂടി ട്രോൾ ചെയ്തപ്പോൾ എപ്പോഴത്തെ പോലെ സോറിയും മാപ്പും ഒക്കെ ആയിട്ട് രണ്ടുപേരും വന്നിട്ട്. ഓക്കെ, ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ നോർത്തിൽ കുറച്ച് മിസ്ഇൻഫർമേഷൻ പരത്തുന്ന ന്യൂസ് ചാനൽസ് ആയിരിക്കാം. ഇവരുടെ മേലേക്ക് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇവന്മാർക്ക് ഇത്രയ്ക്ക് ബുദ്ധി. ഇവന്മാർ പാകിസ്ഥാനേക്കാളും വലിയ പൊട്ടന്മാരാണല്ലോ. അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള വെടല ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് സോൾജേഴ്സ് ബോർഡറിൽ നിന്ന് അവരുടെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്യുക. നമ്മുടെ നാടിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇവന്മാർ ഇന്ത്യ എന്നിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട്. ഈ ഒരു ഫേസിൽ ഓൾറെഡി 5 സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്. അവരെന്തായാലും നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് സേഫ് ആയിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ അതിന് കാരണം അവർ. സോ ഗീവ് ദം ദ റെസ്പെക്ട് ദ ഡിസേർവ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കുടുംബശ്രീക്കാരനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.